ഹായ് കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഗെയിമുകൾ കളിക്കാൻ ഇഷ്ടമല്ലേ? എന്നാൽ നമുക്ക് ചതുർഭുജ സ്കൂളിലേക്ക് പോയാലോ? അവിടെ ഒരു ഗെയിം കളിക്കുന്നുണ്ട്. ഈ കഥ നിങ്ങളോട് പറയുന്നത് ഒരു ഗെയിമിലൂടെയാണ്. ഇത് അവതരിപ്പിക്കുന്നത് ചിത്തി എം, ഫസ്റ്റ് ഇയർ മാത്സ് ഓപ്ഷണൽ ബി.എഡ് സ്റ്റുഡൻറ്റ് ഓഫ് എസ്.എൻ. ട്രെയിനിങ് കോളേജ്, നെടുങ്കണ്ട, വർക്കല. ഈ കഥ നടക്കുന്നത് എവിടെയാണെന്നറിയോ? അങ്ങ് ദൂരെ ചതുർഭുജ സ്കൂളിൽ. എന്നാൽ നമുക്ക് ആ സ്കൂളിലേക്ക് പോയാലോ? വാ, നമുക്ക് സ്കൂളിലെ ക്ലാസ് മുറിയിലേക്ക് പോകാം. ക്ലാസ് മുറിയിൽ എല്ലാ ചതുർഭുജങ്ങളും അവരവരുടെ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ക്ലാസ് മുറിയിലേക്ക് ക്ലാസ് ലീഡറായ സാമാന്തരികം വരുന്നത്. കൂട്ടുകാരെ, ഇന്ന് കണക്ക് ടീച്ചറില്ല. ആദ്യത്തെ പീരീഡ് നമുക്ക് ക്ലാസ് ഇല്ല. എല്ലാ ചതുർഭുജങ്ങൾക്കും ഇത് കേട്ടപ്പോൾ സന്തോഷമായി. എന്ന് നമുക്ക് എന്തെങ്കിലും ഗെയിം കളിച്ചാലോ? പക്ഷെ എന്ത് കളിക്കും? എല്ലാ ചതുർഭുജങ്ങളും ആലോചിക്കുമായിരുന്നു. കൂട്ടുകാരെ, നമുക്ക് ട്രൂത്ത് ആൻഡ് ഡെയർ എന്ന ഗെയിം കളിച്ചാലോ? അത് കൊള്ളാം, നമുക്ക് കളിക്കാം. അങ്ങനെ എല്ലാവരും ചേർന്ന് ട്രൂത്ത് ആൻഡ് ഡെയർ കളിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ചതുർഭുജത്തിലെ ചതുരം വിഷമിച്ചിരിക്കുകയാണ്. എനിക്ക് കളി കളിക്കാൻ അറിയില്ലല്ലോ. അതിന് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു തരാം. ഒരു കുപ്പിയെടുത്ത് കറക്കും. നമ്മൾ വട്ടത്തിലിരിക്കുക. ഈ കുപ്പിയുടെ വായ്ഭാഗം ആർക്കു നേരെയാണോ വരുന്നത് ആ ആളാകും കളിക്കേണ്ടത്. ആളിനോട് ട്രൂത്ത് ഓർ ഡെയർ ചോദിക്കും. ട്രൂത്ത് പറഞ്ഞാൽ ഒരു സത്യം പറയണം. ഡെയർ ആണെങ്കിൽ ഒരു കാര്യം പറയുന്നത് ചെയ്യേണ്ടി വരും. നിനക്കിപ്പോൾ കളി മനസ്സിലായോ? ഇപ്പോൾ മനസ്സിലായി. വാ, കളിക്കാം. എല്ലാ ചതുർഭുജങ്ങളും വട്ടത്തിലിരിക്കുകയും കുപ്പി കറക്കുകയും ചെയ്യുന്നു. ആദ്യം തന്നെ നിനക്കാണല്ലോ വന്നത്. അയ്യോ, ഞാൻ എന്തു ചെയ്യും? ട്രൂത്ത് ഓർ ഡെയർ? ഡെയർ. നിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ഒരു പാട്ട് പാടിക്കേ. അത്രയേ ഉള്ളോ? ഇപ്പോൾ പാടാമല്ലോ. എൻ്റെ പേര് ചതുരം, എതിർവശങ്ങൾ തുല്യം, എതിർവശങ്ങൾ സമാന്തരം, എൻ്റെ കോണുകളെല്ലാം മട്ടം. എൻ്റെ വികർണങ്ങൾ തുല്യം, വികർണങ്ങളോ പരസ്പരം സമഭാജികളും. എങ്ങനെയുണ്ട് എൻ്റെ പാട്ട്? കൊള്ളാലോ. അടുത്തത് വീണത് സമചതുരം. ഹി, നിനക്കും കിട്ടി പണി. ഞാനായിരുന്നോ? അതെ, നീ തന്നെ. ട്രൂത്ത് ഓർ ഡെയർ? ഡെയർ. എന്നാൽ നീ പാട്ടുപാടി ഡാൻസ് കളിക്കാമോ? എൻ്റെ വശങ്ങളെല്ലാം തുല്യമാണ്, എൻ്റെ വശങ്ങളെല്ലാം സമാന്തരമാണ്, കോണുകളെല്ലാം മട്ടവുമാണ്, വികർണങ്ങളെല്ലാം തുല്യവുമാണ്. എൻ വികർണങ്ങളോ പരസ്പരം ലംബസമഭാജികൾ. എൻ്റെ വികർണങ്ങളോ പരസ്പരം ലംബസമഭാജികൾ. അടുത്തത് സമാന്തരികമാണ്. ട്രൂത്ത് ഓർ ഡെയർ? ഞാനോ? ഡെയർ. മറ്റു ചതുർഭുജങ്ങൾ സാമാന്തരികത്തോട് പാട്ടുപാടാൻ ആവശ്യപ്പെടുന്നു. എന്നെതിർവശങ്ങൾ തുല്യവും സമാന്തരികവുമാണ്, എൻ വികർണങ്ങളോ പരസ്പരം സമഭാജികളുമാണ്, എതിർകോണുകൾ തുല്യവുമാണ്, ഓരോ വശത്തിലെ കോണുകളുടെ തുക 180 ഡിഗ്രിയും ആണ്. അടുത്തതിൽ സമഭുജ സാമാന്തരികത്തിന് ഡാൻസ് കളിക്കാൻ മറ്റു ചതുർഭുജങ്ങൾ ടാസ്ക് കൊടുത്തു. വശങ്ങളെല്ലാം തുല്യവും, എതിർവശങ്ങൾ സമാന്തരവും, എതിർകോണുകൾ തുല്യവും, വികർണങ്ങൾ പരസ്പരം ലംബസമഭാജികളുമായ ഞാനാണ് സമഭുജ സാമാന്തരികം. സമഭുജ സാമാന്തരികം. എനിക്ക് ഒരേ വശത്തിലെ കോണുകളുടെ തുക 180 ഡിഗ്രിയുമാണല്ലോ. 180 ഡിഗ്രിയുമാണല്ലോ. അടുത്തതായി ലംബകത്തിന് സത്യം പറയാൻ അവസരം നൽകുന്നു. കൂട്ടുകാരെ,
ഞാൻ നിങ്ങളോട് ആരോടും സംസാരിച്ചിട്ടില്ലാത്ത ഒരു സത്യം പറയട്ടെ. എനിക്ക് ഒരു ജോഡി എതിർവശങ്ങൾ മാത്രമാണ് സമാന്തരമായിട്ടുള്ളത്. അതുമാത്രമല്ല, സമാന്തരമല്ലാത്ത വശങ്ങളിൽ ഓരോന്നിലെയും കോണുകളുടെ തുക 180 ഡിഗ്രിയുമാണ്. അങ്ങനെ ഒരു കാര്യം ഇതുവരെ ഞങ്ങളോട് ആരോടും നീ പറഞ്ഞില്ലല്ലോ. അടുത്തതായി പട്ടത്തിനോട് പാറിപ്പറന്ന് വരാനായി ആവശ്യപ്പെടുന്നു. അപ്പോഴേക്കും അടുത്ത ബെല്ലടിച്ചു. എല്ലാവരും ക്ലാസ്സിലേക്ക് പോയി. അയ്യോ, ടീച്ചർ വരുന്നു, വാ നമുക്ക് പോയിരിക്കാം. നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടപ്പെട്ടോ? ഈ ഗെയിമിലൂടെ നമ്മൾ ചതുർഭുജങ്ങളെ പറ്റി പഠിച്ചില്ലേ? ഏതൊക്കെ ചതുർഭുജങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിച്ചതെന്ന് ഓർത്തെടുക്കാമോ? നിങ്ങൾക്ക് ചുറ്റുമുള്ള വസ്തുക്കളിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ചതുർഭുജങ്ങളുടെ ആകൃതികൾ കാണാൻ കഴിയില്ലേ? അടുത്ത ദിവസം വരുമ്പോൾ ഓരോ ചതുർഭുജത്തിലും നിങ്ങളുടെ നിത്യജീവിതത്തിലെ ഉദാഹരണങ്ങൾ എഴുതി വരുമല്ലോ കൂട്ടുകാർ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ മറ്റൊരു ഗെയിമുമായി കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.